പാലക്കാട് ധോണിയെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടാന PT-7 പിടികൂടാനുള്ള ദൗത്യത്തിന് തുടക്കം. വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം വനമേഖലയിലെത്തി. നിലവിൽ വനത്തിലെ അരിമണി മേഖലയിലാണ് PT-7 നിലയുറപ്പിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിനനുസരിച്ച് ആനയെ മയക്കുവെടിവെക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇന്ന് പുലർച്ചെ മുതൽ ദൗത്യ സംഘം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തയ്യാറായിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. ആന ഇപ്പോൾ ഈ വനമേഖലയിലെ അരിമണി എന്ന് പറയുന്ന മേഖലയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ വനംവകുപ്പിന്റെ ഈ പ്രത്യേക ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. അവർ ആനയ്ക്ക് അരികിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആന ഇപ്പോൾ നിൽക്കുന്ന ആ മേഖല ഒരു തരത്തിൽ ഈ മയക്കുവെടി വെക്കുന്നതിന് അനുകൂലമായ സാഹചര്യമുള്ള ഇടമാണെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ആ മയക്കുവെടി വെക്കാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ന് തന്നെ ആനയെ പിടികൂടാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് ദൗത്യസംഘം ഉള്ളത്. നിലവിൽ ഈ ആന അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുമ്പോൾ ആന ഓടുകയാണെങ്കിൽ അത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് ഈ മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഈ ആന നിൽക്കുന്ന മേഖല അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ദൗത്യസംഘം വനമേഖലയിലെ ഈ ദൗത്യം ആരംഭിക്കുന്നത്. PT-7 പിടികൂടാനുള്ള ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യം ഈ RRTയുടെ ഒരു സംഘം ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷിക്കുന്ന സംഘം രാവിലെ തന്നെ ധോണിയിലെ ക്യാമ്പിലുള്ള മറ്റ് സംഘങ്ങൾക്ക് ആന ഈ മേഖലയിലുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കൊടുത്തു. പിന്നാലെ തന്നെ ഈ ദൗത്യസംഘത്തിലെ സെർച്ചിങ് ടീം അവിടേക്ക് പുറപ്പെട്ടു. പിന്നാലെ ഇപ്പോൾ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള മയക്കു സംഘവും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നിലവിൽ അനുകൂലമായൊരു സാഹചര്യത്തിൽ ആന ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വനംവകുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ വനംവകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് എങ്ങനെയായിരിക്കണം ഈ മിഷൻ നടപ്പാക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു അന്തിമ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. ഈ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 5 ടീമുകളായി തിരിഞ്ഞാണ് ദൗത്യസംഘം നീങ്ങുന്നത്. അത് പല വിഭാഗങ്ങളിലായിട്ടാണ്. അത് ഈ സെർച്ചിങ് ടീമുണ്ട്, അതുപോലെ തന്നെ ഈ മയക്കുവെടി വയ്ക്കുന്ന ടീമുണ്ട്, കുങ്കി ടീമുണ്ട്. അത്തരത്തിൽ പല വിഭാഗങ്ങളായി തിരിഞ്ഞാണ് അവർ ദൗത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ധോണിയോട് ചേർന്നുള്ള മേഖലയായ അരിമണി മേഖലയിൽ ഇപ്പോൾ ആന ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അനുകൂലമായൊരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെച്ച് PT-7 പിടികൂടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യസംഘമുള്ളത്. കമലേഷ്. ആന്റണി, ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആനയെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുക? കമലേഷ്, ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ചില സാഹചര്യങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന്, ഈ ആന മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് വനമേഖലയ്ക്ക് അടുത്താണെങ്കിൽ ആന ഉൾവനത്തിലേക്ക് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ജനവാസ മേഖലയ്ക്ക് അരികിലാണെങ്കിൽ അത് ജനവാസ മേഖലയിലേക്ക് വരും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ വനത്തിലേക്ക് പോവുക, ഉൾവനത്തിലേക്ക് പോയാൽ ആനയെ കൊണ്ടുവരുമോ, ഈ വാഹനത്തിൽ ഉൾപ്പെടെ ആനയെ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഉൾപ്പെടെ കടന്നു ചെല്ലുന്ന ഒരു പ്രദേശവും കൂടി. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മിഷൻ നടപ്പാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിനെല്ലാം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ലോറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ വനത്തിലേക്ക് ഈ ടീമിനൊപ്പം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു സാഹചര്യം. ജനവാസ മേഖലയ്ക്ക് ഒത്തിരി അരികിൽ ആവരുത്. അതുപോലെ തന്നെ ഉൾവനത്തിലേക്ക് പോകാനുള്ള ആ ഒരു ദൂരത്തിൻ്റെയും വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ മയക്കുവെടി വെക്കാനുള്ള സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ അത് അനുകൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ വാഹനം അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ ആന എവിടെയാണോ നിലയുറപ്പിച്ചിരിക്കുന്നത് 3 കുങ്കിയാനകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ ആനകളെ വാഹനത്തിലേക്ക് കയറ്റാൻ സാധിക്കും. അവിടെ നിന്ന് ധോണിയിൽ നേരത്തെ തന്നെ ഈ PT-7 പാർപ്പിക്കാനുള്ള
കൂട് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് മാറ്റും. ശക്തമായ ആനയ്ക്ക് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള കൂടാണ് യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ കൂട്ടിലേക്ക് ആനയെ മാറ്റും. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. ആന മൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ മാറ്റമുണ്ടായേക്കാം. ഏതായാലും ഇപ്പോൾ ആനയ്ക്ക് അരികിൽ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമലേഷ്. വ്യക്തമാണ് ആന്റണി. കാട്ടാന PT-7 പിടികൂടുന്നതിനുള്ള ദൗത്യത്തിന് ആരംഭമായിരിക്കുന്നു. വനവകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു. ആനയെ അരിമണി മേഖലയിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ആന്റണി ജിസ് ജോർജ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.